ചട്ടങ്ങൾ പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് വിലങ്ങുതടിയായി പ്രവർത്തിക്കുന്ന അനധികൃത കച്ചവടങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നതാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറി എസ് ബിജു. വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരി വ്യവസായി സമിതി ഫെബ്രുവരി 13 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായിട്ടാണ് വ്യാപാരി വ്യവസായി സമിതി കേരളമൊട്ടാകെ വ്യാപാര സംരക്ഷണ ജാഥ നടത്തുന്നത്. വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കുക തുടങ്ങി 14 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ നടക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി എസ് ബിജു നയിക്കുന്ന ജാഥയ്ക്കാണ് കട്ടപ്പനയിൽ സ്വീകരണം നൽകിയത്. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വഴിത്താരകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം, കാർഷികം, ഭൂവിഷയങ്ങൾ, തോട്ടം മേഖലയിലെ പ്രതിസന്ധികൾ എന്നിവയെല്ലാം ജാഥയിൽ ചർച്ച ചെയ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി സമിതി വഴിയോര കച്ചവടത്തിന് എതിരല്ല. അതേസമയം ചട്ടങ്ങൾ പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് വിലങ്ങുതടിയായി പ്രവർത്തിക്കുന്ന അനധികൃത കച്ചവടങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നതാണ് സമിതിയുടെ നിലപാടെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറി എസ് ബിജു പറഞ്ഞു. ഇവിടുത്തെ നിയന്ത്രണമില്ലാത്ത വഴിയോര വ്യാപാരം ഒരു ഘട്ടത്തിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിലൂടെ പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടാൻ ഇടവരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാണ്. മറ്റൊരു നിർവാഹവുമില്ലാതെ ഇവിടുത്തെ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘടനയും ആ രംഗത്ത് ഇടപെടാതെ വന്നപ്പോ കച്ചവടക്കാരുടെ പക്ഷത്തു നിന്ന് അവന്റെ താല്പര്യം സംരക്ഷിക്കാൻ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടന്നു. ഇത് പറയുമ്പോൾ ഞങ്ങൾ ആരും വഴിയോര വ്യാപാരത്തിനെതിരല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരുടെയും മനസ്സിലുണ്ടാവേണ്ടതില്ല. കാരണം ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടി അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും വഴി സൈഡിൽ ഒരു വ്യാപാരം നടത്തിയാൽ ആ വ്യാപാരത്തെ എല്ലാം എതിർക്കണം എന്ന അഭിപ്രായത്തിലല്ല വ്യാപാരി വ്യവസായ സമിതി നിൽക്കുന്നത്. എന്നാൽ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിൽ നിശ്ചിതമായിട്ടുള്ള സെക്യൂരിറ്റി തുക കൊടുത്ത്, പകുതി കൊടുത്ത്, വാടക കൊടുത്ത്, വിവിധ ലൈസൻസുകൾ എടുത്ത്, കറണ്ട് ചാർജ് എടുത്ത്, തൊഴിലാളികളെ വെച്ച് ആ തൊഴിലാളികൾക്ക് കൂലി കൊടുത്ത് നടത്തുന്ന കച്ചവട സ്ഥാപനത്തിന് മുമ്പിൽ അതേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കൊണ്ട് വിൽപ്പന നടത്തിയാൽ ആ വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. കാസർഗോഡ് നിന്നും സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്ത ജാഥ 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കട്ടപ്പനയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ അധ്യക്ഷനായിരുന്നു. വൈസ് ക്യാപ്റ്റൻ V ഗോപിനാഥ്, മാനേജർ S ദിനേശ്, അംഗങ്ങളായ KM ലെനിൻ, V പാപ്പച്ചൻ, MP അബ്ദുൾ ഗഫൂർ, മിൽട്ടൺ J തലക്കോട്ടൂർ, മജീഷ് ജേക്കബ്, KS മോഹനൻ, VR സജി, മാത്യു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു.